അടിമുടി അഴിമതി ആരോപണ വിവാദങ്ങളിൽ മുങ്ങുകയാണ് കർണാടക സർക്കാർ. മലയാളികളടക്കം ഒരുപാട് പേരുടെ പണി കളയാൻ പുതിയ റിസർവേഷൻ ബില്ല് തയ്യാറാക്കിയ സിദ്ധരാമയ്യയുടെ പണിയാണ് ഇപ്പോൾ പാളിയിരിക്കുന്നത്. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും കുടുംബവുമാണ് ഇപ്പോൾ അഴിമതി ആരോപണത്തിന്റെ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത്. മൈസൂരു നഗരവികസന അതോറിറ്റിയുടെ ഭൂമി കൈമാറ്റത്തിൽ 30,000 കോടി രൂപയുടെ അഴിമതി ആരോപണമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഭാര്യയ്ക്കായി മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തി ഭൂമി കൈമാറിയെന്നാണ് കണ്ടെത്തൽ. സാമൂഹിക പ്രവർത്തകയായ സ്നേഹമയി കൃഷ്ണ നൽകിയ പരാതിയിലാണ് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, ഭാര്യ പാർവതി, ഭാര്യ സഹോദരൻ മല്ലികാർജുൻ സ്വാമി ഉൾപ്പെടെ 9 പേർക്കെതിരെ പോലീസ് കേസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കേസര വില്ലേജിൽ കൃഷിഭൂമിയായി കിടന്ന ഭൂമി മൈസൂരു നഗരവികസന അതോറിറ്റിക്ക് നൽകാനായി സിദ്ധരാമയ്യയുടെ ഭാര്യയും ഭാര്യയുടെ സഹോദരനും ഉൾപ്പെടെ വ്യാജരേഖ ഉണ്ടാക്കിയെന്ന് പരാതിയിലുണ്ട്. മൈസൂരു നഗരവികസനത്തിനായി ഭൂമി വിട്ടു നൽകുന്നവർക്ക് മറ്റൊരിടത്ത് പകരം ഭൂമി നൽകുമെന്ന പദ്ധതിയിലാണ് ഇപ്പോൾ ആരോപണം. സിദ്ധരാമയ്യയുടെ ഭാര്യ പാർവതിയുടെ മൈസൂരുവിലെ ഔട്ടർ റിംഗ് റോഡിലുള്ള അവരുടെ 3 ഏക്കർ സ്ഥലം വിട്ടുകൊടുത്തതിന് ഇരട്ടി മൂല്യമുള്ള ഭൂമി കൈമാറിയെന്നതാണ് ഇതിന്റെ ഒരു ആരോപണം. എന്നാൽ സിദ്ധരാമയ്യ നൽകുന്ന വിശദീകരണം ഈ സ്ഥലം മുൻ BJP സർക്കാരിന്റെ കാലത്ത് തന്റെ ഭാര്യയ്ക്ക് ബദൽ സൈറ്റ് അനുവദിച്ചതാണ് എന്നാണ്. ഈ സ്ഥലം സിദ്ധരാമയ്യയുടെ ഭാര്യയുടെ സഹോദരൻ അവർക്ക് ഇഷ്ടദാനമായി നൽകിയതാണ്. എന്നാൽ 2013 മൈസൂരു നഗരവികസന അതോറിറ്റി ഈ ഭൂമി ഭാര്യയുടെ അറിവോ സമ്മതമോ ഇല്ലാതെ ഏറ്റെടുത്തതിനെ തുടർന്ന് ബാംഗ്ലൂർ അർബൻ ഡെവലപ്മെന്റ് അതോറിറ്റിയെ സമീപിച്ചപ്പോൾ അവർ പകരം നൽകിയതാണ് ഇപ്പോഴത്തെ ഈ വിവാദ ഭൂമി എന്നാണ് സിദ്ധരാമയ്യയുടെ വിശദീകരണം. മാത്രമല്ല, OBC വിഭാഗത്തിൽപ്പെട്ട ഒരാൾ 2ാം തവണയും മുഖ്യമന്ത്രി ആയതുകൊണ്ടുള്ള ദേഷ്യം കൊണ്ടാണ് BJP ഇങ്ങനെയൊക്കെയുള്ള ആരോപണങ്ങൾ ഉയർത്തുന്നതത്രേ. അതുമാത്രമല്ല, വേറെയും വിമർശനങ്ങൾ സിദ്ധരാമയ്യ ഗവൺമെന്റ് നേരിടുന്നുണ്ട്. ഇപ്പോൾ കർണാടകയിൽ ആത്മഹത്യ ചെയ്യുന്ന കർഷകരുടെ എണ്ണം കൂടി വരികയാണ്. കഴിഞ്ഞ 15 മാസത്തിനിടെ ജീവനൊടുക്കിയത് 1182 കർഷകരാണ്. വളർച്ചയും കൃഷിനാശവും കടബാധിതയും ഒക്കെയാണ് ഇത്തരം ആത്മഹത്യകളുടെ പ്രധാന കാരണമായി പറയുന്നത്. കർഷക മരണം കൂടുന്നു എന്ന ചോദ്യത്തിന് എതിരായി മന്ത്രി ശിവാനന്ദ് പാട്ടീൽ ഒരു വിവാദ പരാമർശം പറഞ്ഞിരുന്നു. കർഷകർക്ക് മരണശേഷം, അതായത് കർഷകരുടെ കുടുംബത്തിന് മരണശേഷം നഷ്ടപരിഹാരമായി ലഭിക്കുന്ന തുക 5 ലക്ഷമായി കൂട്ടിയത് കൊണ്ടാണ് ആത്മഹത്യകൾ കൂടുന്നു എന്നായിരുന്നു ഇദ്ദേഹത്തിന്റെ വിവാദ പരാമർശം. മരിക്കുന്നതിൽ പകുതിയും കർഷകർ ഒന്നുമല്ല, അവർ വേറെ പല കാരണങ്ങൾ കൊണ്ട് മരിക്കുന്നവരാണെന്ന് ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ വാദിച്ചിരുന്നു. ഇതും കുറച്ച് വിവാദമായത് തന്നെയാണ്. ഈ അടുത്ത് തന്നെയാണ് സിദ്ധരാമയ്യ കർണാടകയിൽ പുതിയ സംഭരണ ബില്ല് അവതരിപ്പിക്കാൻ ഒരുങ്ങിയത്. ഇതിനെപ്പറ്റിയുള്ള വിവാദങ്ങളും ചൂടുപിടിച്ച ചർച്ചയിലേക്ക് വരികയായിരുന്നു. കർണാടകയിലെ സ്വകാര്യ സ്ഥാപനങ്ങളിലും മറ്റും 70% കർണാടകക്കാരെ മാത്രമായി നിയമിക്കാനുള്ള നീക്കമായിരുന്നു ഈ റിസർവേഷൻ ബില്ലിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഈ ബില്ല് ഉയർത്തി അതിന്റെ മറവിൽ അദ്ദേഹത്തിന് എതിരെയുള്ള വിമർശനങ്ങളെയും അഴിമതി ആരോപണങ്ങളെയും തടയാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത് എന്നാണ് പൊതുവിൽ പറയപ്പെടുന്നത്. അതായത് ഈ അഴിമതി ആരോപണങ്ങളെ മറയ്ക്കുന്നതിനാണ് ഇത്തരം വിവാദപരമായ പല നീക്കങ്ങളിലൂടെയും സിദ്ധരാമയ്യ മുന്നോട്ട് വരുന്നതെന്ന്. അഴിമതി ആരോപണങ്ങളിലും വിവാദ പരാമർശങ്ങളിലും ഉലയുന്ന സിദ്ധരാമയ്യ ഗവൺമെന്റ് അലിയുമോ അതോ ഉയർത്തെഴുന്നേൽക്കുമോ എന്ന് കാത്തിരുന്ന് കാണാം.